പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിൻ്റെ 8ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 26-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച അനേകരും ലക്ഷ്യസ്ഥാനം പ്രാപിക്കുവാൻ കഴിയാതെ വഴിയിൽ പട്ടുപോകുന്ന കാഴ്ച നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. പലരുടെയും തുടക്കം നല്ലതായിരുന്നു, പക്ഷേ പലവിധ കാര്യങ്ങളിൽ ശ്രദ്ധ പതിക്കുന്നതിന് നിമിത്തം അനേകരും ലക്ഷ്യം പ്രാപിക്കുവാൻ കഴിയാതെ അഗാധഗർത്തത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. നാം വീഴാതിരിക്കണമെങ്കിൽ ജയിച്ച് മറുകരയിൽ ഉയർന്നു നിൽക്കുന്ന ക്രിസ്തുവിൽ മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. യേശുവിനെ മാത്രമല്ലാതെ മറ്റെവിടെയെങ്കിലും അഥവാ മറ്റാരിലെങ്കിലും നോക്കിയാൽ നാം ഇളകിപ്പോകും. ലക്ഷ്യത്തിൽ എത്തുവാനും കഴിയുകയില്ല. സങ്കീർത്തനക്കാരൻ ഇളകാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. ജീവിതം ഓരോ ദിവസവും ദുരിതമാകുന്ന നിലകളിലേക്ക് ലോക സംഭവങ്ങൾ അനുദിനം വർദ്ധിച്ചു പെരുകിക്കൊണ്ടിരിക്കുന്നു. വിലക്കയറ്റങ്ങളും ആവശ്യ വസ്തുക്കളുടെ ദൗർബല്യതയും തൊഴിലില്ലായ്മയും മായം കലർന്ന ഭക്ഷണവും മറ്റും നിമിത്തം മനുഷ്യൻ്റെ ജീവിതത്തെ കൈപ്പാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു ദിനവും. മറ്റൊരു ഭാഗത്ത് അക്രമവും പിടിച്ചുപറിയും മോഷണവും വിവിധ നിലകളിലുള്ള പീഡകളും അനുദിനം വർദ്ധിച്ചു പെരുകുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ധൈര്യം ചോർന്നു പോകരുതെന്ന് വചനം നമ്മോട് പറയുന്നു. മേൽ പറയുന്നത് പോലെയുള്ള ലോക സംഭവങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം ക്ഷീണിച്ചു പോവുകയോ വിശ്വാസം ത്യജിക്കുകയോ ചെയ്യരുത്. ജനത്തിൻ്റെ നേതാക്കന്മാരും കള്ളപ്രവാചകന്മാരും ജനത്തെ ഇളക്കി വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വചനത്തിൽ ഇല്ലാത്ത ഉപദേശം കൊണ്ടുവരുന്നവരെയും നാം സൂക്ഷിക്കണം. പ്രവാചകരെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്നവരെയും നാം ശോധന ചെയ്ത് തിരിച്ചറിയണം. നെഹമ്യാവിനെ ഇളക്കുവാൻ വന്ന കള്ളപ്രവാചകന്മാരെയും പ്രവാചകിമാരെയും ദൈവദാസൻ ആത്മാവിനാൽ തിരിച്ചറിഞ്ഞു. നാം ആത്മാവിൻ്റെ ബലത്താൽ ആത്മാവിൻ്റെ ശക്തിയാൽ നാം ദിനംതോറും പ്രാർത്ഥനയിൽ നാം ആത്മീയ കൃപാവരങ്ങളെ പ്രാപിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാൻ ഇടയാകും. നമ്മുടെ മുന്നിൽ നമ്മെ ചതിക്കുവാൻ വരുന്നവരാണോ, നമ്മെ ഇളക്കുവാൻ വരുന്നവരാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയുവാൻ ഇടയാകും. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഒരു ദൈവ പൈതൽ പ്രത്യാശയോടുകൂടെ നിലനിൽക്കുവാൻ ആത്മാവ് ആവശ്യമാണ്. ഒരിക്കൽ സത്യം ഉപദേശം പ്രസംഗിച്ചവരും അതിനനുസരിച്ച് ജീവിച്ചവരും കാലങ്ങൾ കഴിഞ്ഞ് മുമ്പ് ഉപദേശിച്ചതിന് വിരുദ്ധമായി നിലപാട് എടുക്കാൻ നാം എടുക്കുന്നവരെ നാം അംഗീകരിക്കരുത്. അനേകർ ഹാലിലെ ആത്മീയ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ഉപദേശിച്ചിരുന്ന ഉപദേശത്തിന് വിരുദ്ധമായി ഉപേക്ഷിച്ചതിനെ വീണ്ടും തിരിച്ചെടുക്കുവാൻ പ്രേരണ കൊടുക്കുന്ന ഉപദേശകന്മാരെ നാം ത്യജിക്കണം. അവരെ പിന്നെ അംഗീകരിക്കുവാൻ ഇടവരരുത്. ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. ആകയാൽ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ നാം അങ്ങോട്ടും ഇങ്ങോട്ടും ചായേണ്ടവരല്ല. ദുരുപദേശങ്ങളിലും നവീന ഉപദേശങ്ങളിലും ദിനം ദിനം പെരുകി ജനത്തെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ
നാം ദൈവവചനം ആഴത്തിൽ ഗ്രഹിച്ച് തെറ്റുകൾക്കെതിരെ പോരാടുകയും ഉറച്ച് നിൽക്കുകയും വേണം. ഇളകാതിരിക്കണമെങ്കിൽ എന്തെല്ലാം നാം ചെയ്യണം? ജീവിതം സൂക്ഷിക്കണം. ദൈവത്തെ എപ്പോഴും മുന്നിൽ നിർത്തണം. ഏത് സാഹചര്യത്തിലും നമ്മുടെ ജീവിതം സ്തോത്രം ദൈവം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ, സത്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ, വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തു നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നാം ഒരിക്കലും ഇളകിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തെ തന്നെ എപ്പോഴും ആശ്രയിക്കണം. സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കണം. യഹോവ നിനക്ക് സ്തോത്രം ചില വ്യക്തികളെ നിന്റെ മുന്നിൽ കൊണ്ടുവരും. യഹോവ സ്തോത്രം ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കുവാൻ കഴിഞ്ഞാൽ അത് സ്തോത്രം ഹല്ലേലൂയ, അത് ചില വ്യക്തികളിൽ കൂടെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ മുന്നിൽ സത്യം ഉണ്ടായിരിക്കണം. ദൈവത്തിൽ തന്നെ എപ്പോഴും ആശ്രയിക്കണം. ആമേൻ. നീതിമാനായി ജീവിക്കണം. ആമേൻ. ഹല്ലേലൂയ. ശുശ്രൂഷയിലും ആത്മീയ ജീവിതത്തിലും വിശ്വാസിയായാലും ശുശ്രൂഷകരായാലും നീതിമാനായി ജീവിക്കണം. ഒരു ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ നീതിമാനായി ജീവിക്കുവാനിടയായി. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെയെല്ലാം സ്വർഗം ലാഭമാക്കി തീർക്കുവാനിടയായി. ആമേൻ. ദൈവത്തിൻ്റെ കരുണയ്ക്കായി അപേക്ഷിക്കണം. സ്തോത്രം. മിണ്ടാതെ മൗനമായിരിക്കരുത്, ഉറക്കെ നിലവിളിക്കണം. ആമേൻ. ദൈവസന്നിധിയിൽ മൗനമായിരിക്കരുത്. എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയത്ത് പ്രകാശിക്കണം. എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം. ആമേൻ. പ്രാർത്ഥിക്കേണ്ട സമയത്ത് നീ ഉറങ്ങിയാൽ പരീക്ഷകളിൽ അകപ്പെടുവാനിടയായി. ആകയാൽ സ്തോത്രം. ഹല്ലേലൂയ. കരുണയ്ക്കായി ദൈവസന്നിധിയിൽ അപേക്ഷിക്കണം. നമ്മുടെ ആശ്രയം പൂർണ്ണമായും ദൈവത്തിലായിരിക്കട്ടെ. പ്രിയ ദൈവത്തിലെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആശ്രയം ദൈവത്തിൽ മാത്രമായിരിക്കണം. പണത്തെ സ്നേഹിച്ച യൂദായെ പോലെയും ജഡസ്നേഹിയായ ശലോമോനെ പോലെയും ആയിത്തീർന്ന് ജീവിതം സ്തോത്രം തകരാതിരിക്കുവാൻ കരുണയുള്ളവരായി ഇരിക്കാം. എന്തെല്ലാം വന്നാലും ഞാൻ ഇളകാതെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുമെന്ന് നമുക്കും ഈ പ്രഭാതം ദൈവസന്നിധിയിൽ നമുക്ക് തീരുമാനിക്കാം. അതെ പ്രിയ ദൈവത്തിലെ, ഈ ലോകം നിന്നെ തള്ളിക്കളഞ്ഞേക്കാം, സംഘടന നിന്നെ തള്ളിക്കളഞ്ഞേക്കാം, സ്തോത്രം സഹോദരങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞേക്കാം, മാതാപിതാക്കൾ നിന്നെ തള്ളിക്കളഞ്ഞേക്കാം. ഇന്നലെ വരെ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞവർ നിന്നെ മറന്നു പോകാം, നിന്നെ സഹായിക്കാതിരിക്കാം. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, നീ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ദൈവം ചിലരെ കരുതുവാനിടയായി. ദൈവം നിനക്ക് വേണ്ടി സ്തോത്രം ഹല്ലേലൂയ ചില വാതിലുകളെ തുറക്കുവാനിടയാകും. കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചിന്തിക്കുവാനിടയായി, 7ാമത്തെ ദിനം നിന്നെ ഉറപ്പിക്കുന്ന പകലാണെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, ഈ 7ാം മാസത്തിൽ അതേ കുഞ്ഞെ നിന്നെ ചിലരോടുകൂടെ ഉറപ്പിക്കും. സ്തോത്രം. നിന്റെ ഭവനത്തെ ഉറപ്പിക്കും, നിന്റെ തലമുറകളെ ഉറപ്പിക്കും, നിന്റെ ശുശ്രൂഷകളെ ഉറപ്പിക്കും. നിന്റെ നന്മയെ ദൈവം ഉറപ്പിക്കുവാനിടയാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യാശയോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. ദൈവം നിന്നെ അനുഗ്രഹിപ്പാനിടയാണ്. ദൈവം നിന്നെ ശക്തമായി മാനിപ്പാനിടയാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദിവസത്തിലടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നാഥ. ഈ പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഞങ്ങൾ ഇളകിപ്പോകുവാൻ സ്തോത്രം കർത്താവേ, എത്രയോ ശക്തമായ പ്രതികൂല കാറ്റുകൾ അടിച്ചു. ഞങ്ങൾ തകർന്നു പോകുവാൻ തിരമാലകൾ ഞങ്ങൾക്ക് മീതെ എത്രയോ പ്രാവശ്യം പൊങ്ങി താണു. എന്നാൽ അവിടെയൊന്നും ഞങ്ങളെ തകർത്ത് കളയുവാൻ ഇടവരാതെ, ഇളകിപ്പോകുവാൻ ഇടവരാതെ സ്വർഗം ഞങ്ങളെ ഇന്നയോളം കാത്തു പരിപാലിച്ച മഹാകരുണയ്ക്കായി, മഹാസ്നേഹത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നാഥ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ശുശ്രൂഷകൾക്കായി സ്തോത്രം കൈത്താങ്ങിയവരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്, ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട്.
ആമേൻ. ഞങ്ങൾക്കായി ശുശ്രൂഷിച്ച അഭിഷക്തദാസന്മാർ ദാസിമാരുണ്ട്. അവരെയെല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഈ പ്രഭാതം കർത്താവെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കും, മകത്വമങ്ങെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.